ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ ഈ ബേസ് ഇവിടെ നിന്ന് തന്നെ മാറ്റാൻ പോവുകയാണ്. കാരണം ഈ സ്ഥലം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചളി, അവിടെ ഭയങ്കര ഇരുട്ട്, കുഴി, മല, ഭയങ്കര കുണ്ടും കുഴിയിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം നമുക്കത്ര പോരാ. നമുക്ക് അയൺ ഫാമൊക്കെ ചെയ്യാൻ നേരത്ത് ഇവിടെ അങ്ങോട്ട് അടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ദൂരെ സെറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ കുണ്ടും കുഴി, അവിടെ കുറേ പണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് കുറേ പണിയാവും. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ബേസ് മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെട്ടിയെടുത്തത് 6 അയണല്ല 8 അയണായിരുന്നു. എനിക്ക് മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഡോറ്, ടോർച്ച്, പിന്നെ ചെസ്റ്റ്, ഇതെല്ലാം ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഈ മരം ബാക്കി വുഡൊക്കെ ഇവിടെ തന്നെ എടുത്തിട്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ള ഈ സാമാനങ്ങളെല്ലാം എടുത്ത് ഇവിടെ നമുക്ക് സ്ഥലമിടാം. അതിനകത്ത് വേണ്ടാത്തതായിട്ട് നമുക്ക് ഈ റോസാപ്പ് മാറ്റുക, വേറെ സ്റ്റെയർ വേണ്ട, വേറെ ഉണ്ടാക്കുക. മറ്റേ റൂസ്റ്റർ സോംബിങ്ങൊക്കെ കിട്ടുന്ന സാധനം അത് മാറ്റി നമ്മൾ ബാക്കിയുള്ള കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ നിന്ന് നേരെ വിടണേ. ടോർച്ച് പിന്നെ ആ ചെസ്റ്റ് നോക്കണം. അതും ടോർച്ചൊക്കെ എടുത്ത് വെക്കട്ടെ. ഇനി ഉണ്ടോ? ഇല്ല. ഇനി ഈ ഡോറും ആ ചെസ്റ്റും കൂടി നമുക്ക് മതി. അപ്പോൾ 2 ഡോറുമായി. ഞാൻ ചെസ്റ്റ് വേണ്ട, ചെസ്റ്റ് എടുത്ത് നമുക്ക് വേറെ എടുക്കാം. 2-3 ഫ്രണ്ട്സ് നമ്മളിവിടെ ഓഫ്ലൈൻ ആയിട്ട് കൃഷി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അതൊന്നും ആയിട്ടൊന്നുമില്ല. ഈ സ്ഥലം നമ്മൾ മൊത്തത്തിലാണ് പോകുന്നത്. അതിന് ഒരു വീട്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അൺലിമിറ്റഡ് വാട്ടർ, ഇൻഫിനിറ്റി വാട്ടർ പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ തന്നെ ആ ബോണ്ട് ചെയ്ത് വിടാം. അത് വീട്ടിൽ കയറിയില്ല. നമുക്കൊരു മരത്തിൻ്റെ ലീഫ് എടുത്ത് കളഞ്ഞ് ആ വീട്ടെടുത്ത് നമുക്ക് നേരെ ന്യൂ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഇരിക്കും നല്ലൊരു ക്ലീൻ സ്ഥലം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് അവിടെ ഇട്ടുന്നില്ല, ഫ്ലാറ്റ് പ്ലേസ് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ സ്ഥലം ഒപ്പിക്കാൻ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ ഇവിടെയൊക്കെ ഓക്കെയാണ്. ഇവിടെ അവിടെ പോണ്ടുണ്ട്, ഇവിടെ 2 പോണ്ട്, അതായത് 3 കുളം അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കൃഷി, അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വീട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്കൊരു ബേസ് സെറ്റ് ചെയ്യാം. അവിടെ കൃഷി പോണ്ട്, ആ ടപ്പ് നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അടിയിൽ മൊത്തം വെള്ളം ഉണ്ടോ. അപ്പോൾ നമുക്കിവിടെ മൈനിങ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് മൊത്തം വെള്ളമൊക്കെ കയറി. അപ്പോൾ ഈ സ്ഥലം നമുക്ക് പറ്റില്ല. ഇവിടെ എവിടെ നിന്ന് പിടിക്കാം, അവിടെ നിന്ന് മാറി ഇവിടെ എവിടെ നിന്ന് പിടിക്കാം. ഒരു കുഴി ഉണ്ടാവും. ഇത് മൊത്തം വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒരു കര മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മര്യാദക്കൊരു ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ വേറെ സ്ഥലവും അല്ലെങ്കിൽ ഇവിടെ വേറെ സ്ഥലം അങ്ങോട്ടൊക്കെ പോയാൽ മൊത്തം കാടാണ്. കാട് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇവിടത്തെ അങ്ങോട്ട് ബേസ് ചെയ്യാം. അപ്പം ഇവിടെ അത്ര കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇവിടെ അങ്ങോട്ട് ബേസ് ചെയ്യാം. നമുക്ക് ഇതൊക്കെ സ്ട്രീറ്റ് കൊടുക്കണം. മൊത്തത്തിലൊരു സേഫ് ഇട്ട് കിടക്കണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റഫായിട്ട് ഈ പ്ലേസൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചെറിയ ചെറിയ പുല്ല് കളഞ്ഞ് നമുക്ക് എടുക്കണം. നമുക്കാദ്യം പില്ലേഴ്സ് ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ നിന്ന് എടുക്കാം. അപ്പം 3 അടി പൊക്കത്തിൽ ഇവിടെ, എന്നിട്ട് കുറച്ച് മാറി 6 അടി നീളത്തിൽ
ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ അടുത്ത പില്ലർ, പിന്നെ അങ്ങോട്ട് 3 ഇവിടെ അടുത്ത ഇവിടെ ഓക്കെ 1 2 3 ഓക്കെ ഇതായി. ഇനി ഇവിടെ കൂടി ഇതിൻ്റെ ടോപ്പിൽ മൊത്തം നമുക്ക് പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്തിട്ട് അടിയിൽ മൊത്തം ഈ കോബിൾ സ്റ്റോൺ തന്നെ സെറ്റ് ചെയ്ത് ഇന്നത്തൊക്കെ കഴിച്ചു കൂട്ടാം. പിന്നെ നമുക്ക് സാൻഡ് കൊണ്ടുവരണം, അത് നമുക്ക് ചൂടാക്കി ഗ്ലാസ് ആക്കണം, അത് നമുക്ക് ഗ്ലാസ് ആക്കിയിട്ട് പിന്നെ പുറത്ത് നമുക്ക് കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ താഴത്ത് മേളിലായിട്ട് ഇത് മറ്റേ ഡോറിൻ്റെ സ്ഥലം ഉണ്ട്, ഡോർ സെറ്റ് ചെയ്യാം. ഡോറിൻ്റെ ഫ്രണ്ടിൽ മൊത്തം അരി എടുക്കട്ടെ, ബാക്കിയല്ല നമുക്ക് ടോപ്പിൽ മാത്രം ഇട്ടൊരു ഇതുപോലെ നമുക്ക് കൊടുക്കണം. പക്ഷേ ഇതെന്താ ഇവിടെ ഈ അത് വെട്ടിക്കളഞ്ഞ് നോക്കി ഇത് ഇവിടെ നിന്ന് ആറ്റം വരെ അടിയിലോട്ട് വേണ്ട, ഈ പില്ലറിൻ്റെ ടോപ്പ് വരെ, എന്നിട്ട് അതുപോലെ ഈ പില്ലറിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്തെടുത്തിട്ട് ഇന്നത്തേക്ക് സോംബി കയറാതിരിക്കാൻ വേണ്ടി താഴത്ത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇടവിട്ട് ഇങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം. ബ്ലോക്ക് പ്ലാങ്ക് അല്ല, നമുക്കിവിടെ കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യാന്ന് എൻ്റെ ഒരു ഇത്. കോബിൾ സ്റ്റോൺ തന്നെ സെറ്റ് ചെയ്യാം, അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, പുല്ലൊക്കെ നമുക്ക് കോബിൾ സ്റ്റോൺ അടിയിൽ നിരത്താം. അതുപോലെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു വീടിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിടവിൽ മൊത്തം നമുക്ക് ഗ്ലാസ് ഇടാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇങ്ങോട്ട് ഡോറ് സെറ്റ് ചെയ്യണം, പിന്നെ റൂഫ് സെറ്റ് ചെയ്യണം, കട്ടിൽ ചെസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കണം അങ്ങോട്ട്, അതൊക്കെ പിന്നെ ചെയ്യാം. രണ്ട് ഭാഗത്തായിട്ട് ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട് കൂടെ, അല്ലെങ്കിൽ സോംബീസ് അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ എളുപ്പവും. ഡോറെടുത്തിട്ട് ക്യാറ്റിനെ മാറ്റി നമുക്ക് ഇവിടെ 2 സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു കട്ട് നടുക്കായിട്ട് വെക്കാം, ഇവിടെ ആയിട്ട് വെക്കാം. കട്ടിൽ നോക്കി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഈ മൂലക്ക് വെക്കാം. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഫർണസും വെക്കാം. മൂല അത്ര ശരിയല്ല, എന്നാലും താൽക്കാലം കിട്ടാൻ നമുക്ക് അവിടെ വെക്കാം. സൈഡിൽ കിട്ടാൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു അടുക്കള കിച്ചൺ പണിതിട്ട് അവിടെ വെക്കാം. വേറെ റൂം വേണം. ഇത് ഹാള്, മൈനിങ്ങിന് വേണ്ടി സ്റ്റോറേജ് റൂം, അങ്ങനത്തെ നമുക്ക് കുറേ സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇനി ഫർണസിലിട്ട് വറക്കാനായിട്ടൊന്നുമില്ല, നമുക്ക് ഫുഡ് ഇങ്ങനെ കുറയണം. അപ്പോൾ വറക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. നമുക്ക് പുറത്ത് പോയിട്ട് ഷീപ്പിനെ തല്ലിക്കുന്ന മാങ്ങയും പറിച്ചുകൊണ്ട് വരാം. അവിടെ ഒരു പിഗിനെ കാണുന്നുണ്ട്, അതിനെ വിട്ട് കൂടി നോക്കി ഇന്നത്തെ ശരിയാക്കാം. ഒന്നും കൂടി കൊണ്ടുവച്ചാൽ പക്ഷേ പീസ് കണ്ട ചെയ്തുള്ള 3 പോർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മരം കൂടി വെട്ടിയെടുത്തേക്കാം. ഇനി നമുക്ക് കുറച്ച് ആവശ്യം കൂടിയൊക്കെ പോണ്ട്. പിഗിന് ക്യാറ്റ് കൊടുത്തല്ലോ കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴും വീറ്റ് തന്നെയാണ് പിഗിന് കൊടുക്കുന്നത് വിചാരിച്ചിരിക്കുന്നത്. പിസാൻ്റെ ഒപ്പം വിട്ടെടുത്ത് നമുക്ക് ഗ്ലാസ്സിനുള്ള ഒരു ഇതെത്തിക്കാം. എന്നിട്ട് 2 കെയിൻ ഇവിടെ നട്ടുവെച്ചിട്ട് നമുക്ക് പേപ്പറൊക്കെ ഉണ്ടാക്കാൻ, ബുക്ക് ഉണ്ടാക്കാനൊക്കെ കെയിൻ്റെ ആവശ്യമുണ്ട്. ഇത്ര സൗണ്ട് മതിയാവുന്ന ഇത്ര മതി. ഒരു 24 അങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന്. ഇത് കൊണ്ട് നമുക്ക് ഫർണസിൽ വെച്ച് ഒരു ഗ്ലാസ് ആക്കി വെക്കണം. ഫസ്റ്റ്
ഒരു 6 കോൾ 6 കോളും 27 സാൻഡും വെക്കാം. സാൻഡ് ഇപ്പോൾ ഉണ്ട്. നമുക്കത് ഫുഡ് റെഡിയാക്കണം. പോർക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, പോർക്ക് വാങ്ങാനായി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ മരം അങ്ങനെ നമുക്ക് വെട്ടിയെടുത്തേക്കാം. ആ മരം കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നണം. ഇത് മൊത്തം വെട്ടിയെടുത്തിട്ട് നമുക്ക് വരാം. ഇങ്ങനെ നമ്മൾ എല്ലാ മരവും ഈ മരം ഫുള്ളും അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല പൊക്കവും നല്ല കുറേ വുഡൊക്കെ ഉണ്ടായിരുന്ന ആ മരമായിരുന്നു. നമുക്ക് ഡേറ്റിട്ട് കയറി പിന്നെയും വെട്ടേണ്ടി വന്നു. അങ്ങനെ ആ മരം മൊത്തത്തിൽ വെട്ടിത്തീരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്തിട്ട് വരാം. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ സ്ഥലമൊന്നുമില്ല. നമുക്ക് സാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് പോക്കെടുത്ത് നമ്മുടെ ഹെൽത്തും വിശപ്പൊന്നും തീർത്ത് കളയാം. വിശപ്പൊന്നും 4 കെട്ടേ പറഞ്ഞിട്ടുള്ളൂ. ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്കിപ്പോൾ ഫ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ല. ചിക്കനൊക്കെ നമ്മൾ തുറന്ന് വെക്കുന്നുണ്ട്. എന്ത് കാണാം ഇതൊക്കെ ഉണ്ടോ? പിന്നെയും തുറക്കും. എനിക്ക് കൈ ചൊറിയുന്നു ഇത് തുറക്കാറുണ്ട്. എനിക്കിപ്പോൾ മുറിക്കുന്ന നല്ല ബുദ്ധിയാണ്. നമുക്ക് ഓഫ് പ്ലാങ്ക് ആക്കി എടുത്തിട്ട് ജസ്റ്റ് റീഡ് ചെയ്യുക. നമ്മുടെ ഇൻവെൻ്ററി മൊത്തം ഫുള്ളായിട്ട് ആ മരം കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെസ്റ്റ് നമ്മളിതാ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മരം കയറി നമുക്ക് ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ബണ്ടിലായിട്ട് വെക്കാം. എല്ലാത്തിനും നോക്കാനായിട്ട് ചെസ്റ്റിലോട്ട് മാറ്റാം. കോബിൾ സ്റ്റോൺ, ഡേറ്റ്, ഇതൊട്ട് കോപ്പർ ബക്കറ്റ്, നീല ബക്കറ്റ്. ഓക്കെ, വേറൊന്നുമില്ല. ഒരു 24 ബണ്ടിൽ കൂടി 64 ബണ്ടിൽ ഒരു കോബിൾ സ്റ്റോൺ കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം സ്റ്റാക്കല്ലാത്ത മൊത്തം നമ്മുടെ കയ്യിൽ എഴുതി. ഇതൊക്കെ ബാക്കി ഫുഡും കൂടി ഓപ്ലാങ്ക് ആക്കി എടുത്ത് 9 ഗ്ലാസ്സായി. ഇനി 18 സാൻഡും കൂടി ഗ്ലാസ് ആവാനുണ്ട്. നമുക്കൊന്ന് ഈ പോർക്ക് അങ്ങ് കഴിക്കാം. പോർക്കൊക്കെ മുന്നിരിക്കുമ്പോൾ അങ്കരി ആറുണ്ട്. മഴയുണ്ട്. ഇപ്പോൾ കിടക്കാനും പറ്റുന്നില്ല, കളിക്കാനും തോന്നുന്നില്ല. നമുക്ക് റൂഫാണ് ഇവിടെ. ഇതൊക്കെ വീടിൻ്റെ അകത്തും വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ കോബിൾസ് കൊണ്ടിട്ട് തന്നെ നമുക്ക് മൊത്തം റൂഫ് ചെയ്തെടുക്കാം. റൂഫ് ഇട്ട് ഏകദേശം തീരാറായിരുന്നു. രാത്രി ആയില്ലേ? മൊത്തത്തിൽ മഴയൊക്കെ ആയിരുന്നു. രാത്രി ആയിരുന്നു അറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ സോഡില്ല. എന്നാലും ഇങ്ങനെ നമുക്ക് പിക്കാക്സ് കൊണ്ടുവിട്ടാം. അവരുടെ അടുത്ത് അയൺ സോഡല്ലേ ഉള്ളത്? അയൺ സോഡ അത് കിട്ടിയിട്ട് കൊള്ളായിരുന്നു. പക്ഷേ അവനെ കൊട്ടുമ്പോൾ മറ്റേ റൂസ്റ്റർ ഇത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അവനും കൊന്നിട്ട് നമ്മൾ ഉറങ്ങുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അവിടെ ഒരു ക്രീപ്പറും ഒരു സോംബി ഇരിക്കുന്നുണ്ട്. നമുക്കത് ബാക്കി റൂഫും കൂടി നമുക്ക് ഇട്ട് തീർത്തേക്കാം. അതിടാൻ വേണ്ടിയ സമയം നിന്നത്. അപ്പോഴാണ് ആ സോംബിക്കടി ഇവരുടെ മുന്നിൽ കയറി വന്നത്. ഇത്ര കിട്ടാറുണ്ടോ? വുഡായിപ്പോയി. നമുക്ക് അത് വെട്ടി മാറ്റി കോബിൾ സ്റ്റോൺ ഇട്ട് തീർത്തേക്കാം. ഇതെന്താണ് ഇങ്ങനെ തെറ്റി വീഴണത്? കൊണ്ടുവരാം. ഓക്കെ, ഇന്നത്തെ രാവിലെയും നമ്മൾ തീർച്ചയായിട്ടും ഇറച്ചിയിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് 2 സ്റ്റിക്ക് എടുത്തിട്ട് സോഡ ഉണ്ടാക്കണം. സോഡില്ല,
അപ്പം അങ്ങനെ ഒരു സ്റ്റോൺ സോഡും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീപ്പറിൻ്റെ അങ്ങോട്ട് കൊന്നേക്കാം. ചത്ത് ഇങ്ങനത്തെ ചാടി വിട്ടാണ് ഇതെനിക്ക് പറ്റുന്നില്ല. ഓ ബ്ലാസ്റ്റിംഗ് എഫക്റ്റ് നോക്കി. ഈ ഷെയ്ഡർ എന്തായാലും കൊള്ളാട്ടാ. ബ്ലാസ്റ്റിംഗ് എഫക്റ്റും ഗ്രാസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു മിഡ് റിയലൈസേഷൻ ഒക്കെ അടിപൊളിയാണ്. ഈ കുഴി നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മൂടിയാൽ അല്ലെങ്കിൽ പിന്നെയും നമുക്കൊരു മെലിയില്ലാത്ത പോലെ പോകും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുഴി മൊത്തം അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം. എന്ത് ചെയ്യും? നമുക്കിതാ ഇതും കൂടി വിട്ടിട്ടില്ല, മൊത്തം ഫ്ലാറ്റ് ആയിക്കോട്ടെ. നമുക്കിനി കൃഷിയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. കൃഷി ചെയ്യണം, ബാക്കി കുറേ കൃഷി ചെയ്യണം. അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിനി നമുക്ക് സ്ഥലം മൊത്തത്തിൽ ക്ലാരിറ്റി ആക്കി എടുക്കണം. അതിനു മുമ്പ് ഗ്ലാസ് മൊത്തത്തിൽ നമുക്ക് ഇടണ്ടേ. ഗ്ലാസ് നമുക്ക് ഇത് ബ്ലോക്ക് വഴിയല്ല, നമുക്ക് മറ്റേ 16 വെച്ചുള്ള ഈ സംഭവം വെച്ച് ഇടാം. അതാണ് നല്ലത്. ഇവിടെ തൊട്ടിട്ട് തുടങ്ങും. രണ്ട് ഗ്ലാസ് ഇവിടെ ഇട്ട് വരും അതിൽ. ഉന്നം തെറ്റിയൊക്കെ വീഴുന്നുണ്ട്. ശോകമാണ്. കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് പൊട്ടിച്ച് കളയാം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ തന്നെ വെച്ചാൽ നന്നായിരുന്നു. നമുക്ക് ഗ്ലാസും 2 ഗ്ലാസ് എടുത്ത് മാറ്റി ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കോള് കഴിഞ്ഞ് കുറേ പണി ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയി. റെക്കോർഡർ ഓഫായിരുന്ന സമയത്ത് നമ്മൾ കൃഷി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഷവല് ഇരുന്ന് രാത്രി അപ്പം ഇങ്ങോട്ട് കയറിയാണ്. അപ്പം ഇനി നമുക്ക് ക്യാരറ്റ് നടാനുണ്ട്. 26 ക്യാരറ്റ് ഉണ്ട്. അതിനകത്ത് 8 എണ്ണം നമ്മുടെ ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തം നമുക്ക് നടണം. അപ്പം നൈറ്റും നമ്മൾ വിളിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇൻഫിനിറ്റി വാട്ടറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം കുറേ വീറ്റ് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വീറ്റാണ്. അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ക്യാരറ്റ് ആക്കണം. ഒരു ക്യാരറ്റ് ഇത് അവിടെ നട്ടു പോയിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് ക്യാരറ്റ് വേറെ എവിടെ സെറ്റ് ചെയ്യണം? താഴത്ത് വലിയൊരു ഗ്രൗണ്ട് ഇനി ഇവിടെ സെറ്റ് ചെയ്യട്ടെ. വേണ്ട, ക്യാരറ്റ് ഇവിടെ നടും. ഇവിടെ നട്ടാല ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് വേറെ പിന്നെ എപ്പോഴും ചെയ്യാം. വേറെ എന്തെങ്കിലും ഈ ഷീപ്പ് ഫാമാ അതൊന്നും ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാം. അതിൻ്റെ ആ വിട്ടേക്കുന്ന സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ ലോഗ് വെച്ച് ഫെൻസ് വെച്ച് കിടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കയറുന്ന രീതിയിലായിട്ട് ഒരു സിറ്റി ആക്കി എടുക്കും ഞാൻ. ഡ്രാഗണെ കൊല്ലൂ ഇല്ലെന്ന് എനിക്കറിയണ്ട, പക്ഷേ അയൺ ഫാം ഉണ്ടാക്കും. ഇതുവരെ എനിക്ക് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടില്ല, പക്ഷെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇവിടെ ഒക്കെ ഇട്ട് നമുക്ക് ക്യാരറ്റും നടാം. ഇവിടെ ഡ്രൈഡ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഇവിടെ ഇത് വെട്ടി മാറ്റിയിട്ട് നമുക്കിവിടെ വെള്ളം ഒഴിക്കാം. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി വാട്ടർ പോണ്ട്. ഇവിടുന്ന് വെള്ളം എടുത്ത് അവിടെ ഒഴിച്ചാൽ അവിടുത്തെ ക്യാരറ്റിന് വെള്ളവും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ക്യാരറ്റും നട്ടിട്ടുണ്ട്. ഇനി 2 കൂടി നട്ട്
ഓക്കെ. അപ്പോൾ ക്യാരറ്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൈനിങ്ങിന് വേണ്ടി നോക്കണം. ക്യാരറ്റ് നട്ട് ഇനി മൈനിങ്ങാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കിനി മൈനിങ്ങിന് വേണ്ടി ഒരു കലക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം വെള്ളമാണ്. അപ്പോൾ ഇവിടെ മൈൻ ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് മൈൻ ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ മൈനിങ്ങിന് വേണ്ടി പറ്റിയ കുറേ സ്ഥലം നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ വീട്ടിൽ വെച്ചൊരു മെനകേടാവെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും അവസാനം എനിക്കൊരു ഐഡിയ കിട്ടി, വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ. ഇത് നമ്മുടെ സ്റ്റോറേജ് റൂമായിട്ടുണ്ട്. ഒരു മൂലക്ക് ട്രാപ്പ് ഡോർ വെച്ച് ഏണി വെച്ച് അടിയിലോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പോൾ ഒരാൾ പുറത്തുനിന്ന് വന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഒരു മൂല നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റും. അതും അകത്തിരുന്ന് തന്നെ സ്റ്റോറേജ് റൂമായി. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇവിടെ നമ്മൾ ഉണ്ടല്ലോ, ചെസ്റ്റ് മൊത്തം ഇവിടെ ഇരിക്കട്ടെ സെറ്റ് ചെയ്യാവുന്നത്. ചെസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ആ സൈഡിലെ മൂല തൊട്ട് നമ്മൾ അടിയിലോട്ട് ഏണി വെച്ചിറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് വലിയൊരു മൈനിങ് തുടങ്ങണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഐഡിയ. നമുക്ക് അകത്തുനിന്ന് ഒരു റൂട്ട് സെറ്റ് ചെയ്യണം. പിന്നെ മേൽക്കൂര മൂടണം, അകത്തുനിന്നൊരു മുറിയും. ഇത് രണ്ട് നമുക്കിപ്പോൾ ചെയ്യണം. അപ്പോൾ കട്ടിയിൽ അങ്ങനെ സൈഡിലോട്ട് വെക്കാം. ബെഡ്റൂം നമുക്ക് അവിടെ ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അവിടെ ബെഡ്റൂം ആക്കണം. ഇതിൽ നമുക്ക് കിച്ചണിലോട്ടുള്ള വഴി, പിന്നെ സ്റ്റെയർ, അങ്ങനെ കുറേ ചെയ്ത് നമുക്കൊരു മാളിലേക്ക് എടുക്കണം. അപ്പോൾ ഈ ചെസ്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, ചെസ്റ്റ് നമ്മുടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് സ്റ്റാക്കായിട്ട് കിടക്കുന്ന എല്ലാം നമുക്ക് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഡേറ്റ് കോബിൾ സ്റ്റോൺ ഡേറ്റാണ് കൂടുതൽ. കോബിൾ സ്റ്റോണൊക്കെ 2 സ്റ്റാക്കൊക്കെ ഉള്ളൂ. 3 സ്റ്റാക്ക് ഉണ്ട്. ഡേറ്റ് 5 സ്റ്റാക്ക് ഉണ്ട്. ഓക്ക് പ്ലാങ്ക്സിൽ 1 സ്റ്റാക്കും. ബാക്കി ഇത്രയും. പിന്നെ നമുക്ക് അങ്ങോട്ട് ബാക്കിയുള്ളതും നമുക്ക് ഈ ചെസ്റ്റിലോട്ട് മാറ്റാം. സ്റ്റാക്കാവാത്തതും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ ചെസ്റ്റിലോട്ട് നമ്മൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോറുണ്ട്. ലാഡർ ഉണ്ടാക്കണം. അതിന് കുറച്ച് സ്റ്റിക്ക് ആവശ്യമുണ്ട്. പിന്നെ ലാഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് നമുക്ക് ബുക്ക് റെഫറൻസ് ചെയ്യാം. അടിയിലോട്ട്. ഓക്കെ, ലാഡർ ഇങ്ങനെ സെറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, ലാഡർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പഠിച്ച് നമുക്ക് 3 പോരാ, ഒരു 6 വേണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബാക്കി ഒരു 12 കൂടി ഉണ്ടാക്കിയിട്ട് വരാം. 12 സ്റ്റിക്കും കൂടി ഉണ്ടാക്കണം. 12 ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ ഒരു 29 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാഡർ ഉണ്ടാക്കണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. 6 ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി സ്റ്റിക്ക് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ഇനി നമുക്ക് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് ഇവിടെ നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് വെച്ച് ഒരു സൈഡ് അടച്ച് ഒരു സൈഡിൽ ഡോറിന് സെറ്റ് ചെയ്ത് ആ അടച്ചതിൻ്റെ മൂലക്ക് കൂടി ഒരു സ്റ്റെയർ നമുക്ക് പണിയണം. സ്റ്റെയർ അല്ല, ലാഡർ. എന്നിട്ട് അവിടെ നമുക്കൊരു മൈനിങ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ചെസ്റ്റും കൂടി നമ്മൾ പണിത് അത് ഡബിൾ ചെസ്റ്റാക്കി വെച്ചേക്കാം. അതാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഡബിൾ ചെസ്റ്റായിട്ട് ഇരിക്കുന്നത്. അതിനാണ് ഒരു ഇത്. റൂഫ് നമ്മൾ അടച്ചില്ലല്ലേ? ഓക്കെ, റൂഫ് അടച്ചേക്കാം. അടിച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ട്. നമുക്കൊരു 2 ടോർച്ചും കൂടി വെച്ച് വെക്കാം. കോഡ് മാറ്റട്ടാം. ഇനി ഇവിടെ ഒരു ഡോറ് ചെസ്റ്റിനകത്താണ്. ആ ഡോറെടുത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സ്റ്റോർ റൂം നമ്മളവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൈനിങ്ങിലോട്ട് പോകാനുള്ള ഒരു ഇതും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ട്രാപ്പ് ഡോർ വേണം. ട്രാപ്പ് ഡോർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വെട്ടിയെടുത്ത് അവിടെ സെറ്റ് ചെയ്യാം.
ഈ മൂലൊക്കെ ആയിട്ട് കുഴിച്ച് നമ്മൾ ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്ത് 6 അടി അടിയിലോട്ട് ഇനിയുമ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാനും പറ്റും, ഇറങ്ങാനും പറ്റും. പിന്നെ മൈനിങ് ഒരു വൃത്തിഹീനമായിട്ട് പോയില്ല, സീക്രറ്റായിട്ടൊരു മൈനിങ് ആണ് പോകുന്നു. അപ്പോൾ നമ്മുടെ വീടിന് കുഴപ്പമുണ്ടാവില്ല. ഇത് പെർഫെക്റ്റ് ഐഡിയയാണ്. നമുക്ക് ടോർച്ച് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടോർച്ച് സെറ്റ് ചെയ്യണം. പക്ഷേ ലാഡറുള്ള കാരണം അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു എൻട്രൻസ് പോലെ സെറ്റ് ചെയ്യണം കേട്ടോ. എൻട്രൻസ് പോലെ മുറിച്ചെടുത്ത് 2 അടി വീതിയിൽ നമുക്ക് കുഴിച്ച് പോകണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഒരു സ്ഥലം വെട്ടിയെടുത്ത് സെറ്റാക്കാം. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ മൈനിങ്ങിൻ്റെ എൻട്രൻസ് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ മൈനിങ് നമ്മൾ നാളത്തെ എപ്പിസോഡിലേ തുടങ്ങുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.